ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. 2000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാളിൽ യഹൂദന്മാരുടെ ഏറ്റവും പ്രധാന പെരുന്നാളായ കൂടാര പെരുന്നാളിൻ്റെ അവസാന ദിവസം, സമാപന ദിവസം, കർത്താവായ യേശുക്രിസ്തു ദൈവാലയത്തിൽ നിന്നുകൊണ്ട് അവിടെ നിർജീവമായ ആ പെരുന്നാൾ ആഘോഷങ്ങൾ കണ്ട് ഉള്ളത്തിൽ വേദന അടക്കിക്കൊണ്ട് കർത്താവ് ഉറക്കം വിളിച്ചു പറയുന്നതായ വാക്കുകളാണ് കേട്ടത്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്താണ് കർത്താവ് കുടിക്കാൻ കൊടുക്കുന്നത്? അന്ന് പറഞ്ഞ അതേ പരിശുദ്ധാത്മാവിനെ ഇന്നും നമുക്ക് അനിവാര്യമായിരിക്കുന്നു. അന്നേ കർത്താവിൻ്റെ 1-ാമത്തെ വരവായിരുന്നു, എന്നാൽ ഇന്ന് കർത്താവിൻ്റെ 2-ാമത്തെ വരവിനോട് നാം ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഇന്നും ഏറ്റവും അത്യാസന്നമായിരിക്കുന്ന കാര്യം, നമുക്ക് ആവശ്യമായിരിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് ചെയ്യേണ്ടത്? കർത്താവ് വളരെ വ്യക്തമായി വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇത് പറഞ്ഞ വേറൊരു വ്യക്തിയും ലോകത്തിലില്ല. ഏത് വ്യക്തിക്കും ദാഹമുണ്ടോ അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാം. അത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒരു മനുഷ്യരുമില്ല, വേറെ ഒരു വ്യക്തിയുമില്ല. ഇത് മനുഷ്യനെ തെളിഞ്ഞു കിട്ടുന്നില്ല. ഇന്ന് അനേക സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്, എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ ആളില്ല. ദാഹിക്കുന്നവനെല്ലാം ഒറ്റ കാര്യം മതി, ദാഹം മതി. അതിന് വിദ്യാഭ്യാസം വേണ്ട, പരിജ്ഞാനം വേണ്ട, ജാതി ഏതാണെന്നില്ല, മതം ഏതാണെന്നില്ല, ഉദ്യോഗം വേണമെന്നില്ല, പ്രൗഢിയോ പ്രതാപമോ വേണമെന്നില്ല, കൊട്ടാരം വേണമെന്നില്ല, വെറും കുടിലിൽ മതി. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ ഒന്ന് കുടിക്കട്ടെ. സഹോദരീ സഹോദരങ്ങൾ, എന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, എനിക്ക് ആ ദാഹമുണ്ടോ? ഈ ലോകത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്ക് പലതും സാധിച്ചു കിട്ടാറുണ്ട്, എല്ലാം ശരി. എന്നാൽ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം, ഈ ഭൂമിയിൽ നാം സമ്പാദിക്കുന്നത് എന്തായാലും ഇതെല്ലാം ഇവിടെ ഇട്ടിട്ട് നാം കർത്താൻ 2-ാമത്തെ വരയിൽ പറക്കണം. അത് അടിസ്ഥാന പ്രമാണമാണ്. അന്ന് ഒന്നും നാം കൊണ്ടുപോവുകയില്ല, ഉടുവസ്ത്രം പോലും കൊണ്ടുപോവുകയില്ല. അന്ന് പറക്കണമെങ്കിൽ പരിശുദ്ധാത്മ നിറവ് വേണം. ഈ പരിശുദ്ധാത്മ നിറവിന് വേണ്ടി നിങ്ങൾ ദാഹിക്കാറുണ്ടോ? വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അതാണ് കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കർത്താവിൻ്റെ അടുക്കിലേക്ക് ആര് ദാഹത്തോടെ ചെല്ലുന്നോ അവർക്ക് കുടിപ്പാൻ കൊടുക്കും. മാത്രമല്ല കർത്താവ് വീണ്ടും പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വിശ്വാസത്തോട് പരിശുദ്ധാത്മാവിനെ ആരെല്ലാം പ്രാപിക്കുന്നുവോ അവർ ഈ തലമുറയിലും ജീവജലത്തിൻ്റെ ഉറവയായി മാറും. ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നീ ഒരു ഉറവയായി തീരും. എന്തിനാണ് ഉറവയാക്കുന്നത്? അവന് കുടിക്കാനല്ല, അവനിൽ ആശ്രയിച്ച് നിൽക്കുന്ന അനേകരെ വീണ്ടെടുക്കുവാൻ അവനെ ഒരു ഉറവയായി കർത്താവ് തീർക്കാമെന്നാണ് പറഞ്ഞത്. സ്തോത്രം. സ്വന്തം ഭവനത്തെ തുടങ്ങി അയൽവക്കത്തെ കടന്ന് ഇടവകയിൽ, ദേശത്ത്, സഭയിൽ, സമൂഹത്തിൽ, ലോകത്തിൻ്റെ അറ്റത്തോളവും ഓടി നടന്ന അനേക സാക്ഷികളെ വീണ്ടുകൊള്ളുന്ന ശ്രേഷ്ഠമേറിയ പദവി ഇത് ഞാൻ നിനക്ക് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ വാക്തത്വങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട്, അതിൽ കൈവച്ചുകൊണ്ട്, കർത്താവേ ഇത് എൻ്റെ വാക്തത്വമാണെങ്കിൽ ഈ തലമുറയിൽ എന്നെ ഒരു ജീവനെയ്തുറവയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അത്യാവശ്യം എൻ്റെ ദാഹം തീർക്കാൻ എനിക്ക് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മിൽ ആശ്രയിച്ച് എത്രയോ ആത്മാക്കളുണ്ട്. ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുമ്പോൾ എത്രയോ ആത്മാക്കൾ നമ്മുടെ പിന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. നിസ്സാരമായ ഒരു ആയുസ്സല്ല ഇത്. ഞാൻ എനിക്ക് വേണ്ടി കരുതുക എന്നുള്ളത് മാത്രമല്ല എൻ്റെ ലക്ഷ്യം. അനേകരെ ഞാൻ വീണ്ടെടുത്ത്, അനേകരെ ഈ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് കുടിപ്പിച്ച്, അനേക ആത്മാക്കളെയും കൊണ്ട് ഞാൻ ദിവസത്തിലേക്ക് ചെല്ലേണ്ടതാണ്. നമുക്ക് എത്രയോ താലന്തുകൾ നിന്നിട്ടുണ്ട്.
ഈ താലന്തുകളെ നാം നേടുന്നില്ല എങ്കിൽ ദുഷ്ടനും മടിയനുമായ ദാസ എന്ന വിളി കേൾക്കും. അത് വളരെ ഗൗരവമേറിയ കാര്യമാണ്. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ വിശ്വാസത്തോടെ വരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ നാളിൽ വിശ്വാസത്തോടെ യേശുവിൻ്റെലേക്ക് സമീപിച്ച് ചുരുക്കം ചിലരേ ഉള്ളൂ, വളരെ ചുരുക്കം. അവരെ കർത്താവ് പ്രശംസിക്കുകയും ചെയ്തു. ബഹുഭൂരിപക്ഷം പേരും, സ്വന്തം ജനമായ ഇസ്രായേൽ പോലും യേശുക്രിസ്തു വിശ്വസിച്ചില്ല. അവൻ്റെ സഹോദരന്മാർ പോലും അവൻ വിശ്വസിച്ചില്ല. നാം വേറൊരു വായിക്കുന്നു കൃത്യമായിട്ട്, യോഹന്നാൻ സുവിശേഷത്തിലൊക്കെ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അവൻ്റെ സ്വന്തം സഹോദരന്മാർ പോലും അവൻ വിശ്വസിച്ചില്ല. സ്വന്തം ജനമായ ഇസ്രായേൽ വിശ്വസിച്ചില്ല. വചനം കേൾക്കുന്ന സഹോദര സഹോദരി, എത്രയോ നാളുകളായി നാം വചനം വായിക്കുന്നവരാണ്, വചനം മുത്തുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്. പക്ഷെ നാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞുവെങ്കിൽ അത് 100% സത്യമാണ്. വിശ്വസിക്കാൻ മനസ്സുണ്ടോ? എല്ലാവരും പറയും ഞാൻ വിശ്വസിക്കുന്നു. വെറുതെ വിശ്വസിക്കുന്നു എന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ, നാക്കുകൊണ്ട് പറഞ്ഞാൽ വിശ്വാസമായില്ല. അത് ജീവിതത്തിൽ പ്രതിഫലിക്കണം. ആത്മനിറവിലേക്ക് വരാൻ പറ്റും. അതിനാണ് കർത്താവ് വിളിക്കുന്നത്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു. വീണ്ടും വിശദീകരണം പറയുകയാണ് യോഹന്നാൻ. ഇത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇന്ന് ലോകത്തിൻ്റെ ഗതിവിഗതികൾ ശ്രദ്ധിക്കുന്ന ഓരോ മനുഷ്യർക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആസന്നമായി തിരിച്ചറിയാൻ ഒരു പ്രയാസവുമില്ല. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയെന്ന് പറയും. അത് ആത്മനിറവ് പ്രാപിക്കുന്നതാണ് ഒരുക്കം, വേറൊന്നുമല്ല. അത് കർത്താവ് പറഞ്ഞത്. അത് തന്നെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാവുന്ന കർത്താവ് അന്നേ പറഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരുടെ ഏകദേവാലയമായ യെരൂശലേം ദേവാലയത്തിൽ പരസ്യമായി നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ എല്ലാവരുടെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. എല്ലാം തൻ്റെ അടുക്കിലേക്ക് വരുവാനാണ് കർത്താവ് പറഞ്ഞത്. എത്ര പേര് ചെന്നു? തുടർന്ന് നോക്കി കാണാം, അവനെ എറിയാൻ കല്ലെടുത്തു. ഇന്നത്തെ സമൂഹത്തിന് വല്ല മാറ്റമുണ്ടോ? ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തൂങ്ങപ്പെട്ടവരെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി യേശു വെറുക്കുന്ന പാപത്തെ താലോലിച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. ആ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചുകൊണ്ട് നടക്കുകയാണ്. യാതൊരു മടിയുമില്ല, യാതൊരു സങ്കോചവുമില്ല. ഹൃദയം കല്ലുപോലെയായി പോയിരിക്കുന്നു. ഈ സ്ഥിതി മാറിയേ പറ്റൂ. എന്നാൽ കർത്താവായ യേശു വളരെ വ്യക്തമായി പറഞ്ഞു. ഇസ്രായേൽ ജനത്തോട് തന്നെ പറഞ്ഞു. യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പ്രവാചകനിലൂടെ ദൈവം ഇപ്രകാരം ജനത്തോട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മേൽ, ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ അന്ത്യകാലത്ത് ഞാൻ സർവ്വജടത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിനുവേണ്ടി ദൈവത്തിലെ നീ ഇന്ന് ഒരുങ്ങിയാൽ നിന്റെ മേൽ ആത്മാവിനെ പകരും. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കയാൽ ഇനി എൻ്റെ മുഖം അവർക്ക് മറഞ്ഞിരിക്കുകയില്ല. അത് നിർമ്മലമായ സത്യമാണ്. വിശ്വാസത്തോട് ഈ ജീവജല ഉറവയിൽ നിന്ന് കുടിച്ചാൽ അതിന് കാരണക്കാരനായ ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുഖം നിന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് മറയുകയില്ല. അത് നിനക്ക് വരച്ച് കിട്ടുമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. റോമർ 3:25. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. വിശ്വാസികൾക്ക് ലഭിക്കുന്ന പദവി, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. എവിടെ? വിശ്വാസിയുടെ കണ്ണിൻ്റെ മുൻപിൽ. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും കണ്ണിൻ്റെ മുമ്പിൽ ഒരിക്കൽ ഈ യേശുക്രിസ്തുവിനെ വരച്ച് തന്നതാണ്. അവനെ നാം കണ്ടതാണ്. നിർമ്മലമായ സത്യമാണ്. അന്ന് ദൈവത്തോട് നാം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു, മസിഹാരം വരാനെ എൻ്റെ കർത്താവ് രക്ഷിതാവ് എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു.
സഹോദര സഹോദരി, നീ എന്ന് പറഞ്ഞതല്ലേ? അന്ന് നിന്റെ വാക്ക് വിശ്വസിച്ചതല്ലേ? അന്ന് യേശുവിന് തിരുരക്തത നിന്നെ കഴിയതല്ലേ? അന്ന് നിന്റെ മേൽ പരിശുദ്ധാത്മാവിനെ തന്നതല്ലേ? അതല്ലേ നാം ദൈവാലയങ്ങളിൽ പോകുമ്പോൾ ഇപ്പോഴും അഭിഷിക്തന്മാർ വിളിച്ചു പറയും, മാമോസറൂസ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരും ജയകരമായ ശ്രീഭായാൽ രക്ഷിക്കപ്പെട്ടവരും ആണോ പ്രിയപ്പെട്ടവർ? നിങ്ങളെങ്ങനെയാണോ? ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിലതുണ്ടോ? ആ യേശു ക്രിസ്തുവിനെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയിട്ടുണ്ടോ? പുതിയ നിയമകാലത്ത് 1-ാം നൂറ്റാണ്ടിൽ ഗലാത്യ സഭ അവരും ആചാരങ്ങൾ മുഴുകി ഒരു കാലത്ത് ജീവിച്ചതല്ലേ? അവർ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടു. ഗലാത്യ സഭ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റു. അവർ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കർത്താവായ യേശു ക്രിസ്തു, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വരച്ച് കിട്ടി. സത്യമാണ്. അവർക്ക് ആത്മീയ നൽവരങ്ങളില്ലായിരുന്നോ? അവർ സഭ കൂടിയിരുന്നില്ലേ? അവർക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നില്ലേ? അവർക്ക് സ്തുതി ഗീതങ്ങൾ അവർക്ക് സഭയിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ട്. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് വേദനയോടെ പറയും, ഗലാത്യ സഭയോട് പറയും, ഗലാത്യർ 3:1, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്തു മയക്കിയത് ആർ? ഒരിക്കൽ നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ വരച്ച് കിട്ടിയ കർത്താവായ യേശു ക്രിസ്തുവിനെ നിനക്ക് കാണാനുണ്ടോ? അത് മാഞ്ഞു പോയില്ലേ? എങ്ങനെ പോയി? എങ്ങനെയാണ് നിനക്ക് നഷ്ടപ്പെട്ടത്? നിന്റെ ജീവിതത്തിൽ പാപം വന്നപ്പോൾ അത് മാഞ്ഞുപോയി. വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്. അപ്പോസ്തലൻ പറയുന്നുണ്ട്, സാത്താൻ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കി. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഒരു ശിംശോനുണ്ട്. ഇസ്രായേലിനെ നടത്താൻ ആരുമില്ലാത്ത കാലത്ത് ദൈവം തിരഞ്ഞെടുത്തതാണ് ശിംശോനെ. ആ ശിംശോനെ ആയുഷ് പര്യന്തം നാസിർ വ്രതമുള്ളവനായി ദൈവം തിരഞ്ഞെടുത്തു. ശിംശോന്റെ അമ്മയ്ക്ക് 2 പ്രാവശ്യം ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായിട്ട് ഈ കാര്യം പറഞ്ഞു കൊടുത്തു. ശിംശോന്റെ പിതാവായ മനോഹയോടും ഈ കാര്യം പറഞ്ഞു കൊടുത്തു. എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്തു. അവൻ ദൈവത്തിന് ആയുഷ് പര്യന്തം നാസിറായിരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ സൂക്ഷിച്ചോണമെന്ന് പറഞ്ഞു. അമ്മയോട് പറഞ്ഞു, നീ വീഞ്ഞോ മദ്യമോ കുടിക്കരുത്, ബാലന്റെ തലയിൽ ക്ഷൗരക്കത്ത് തൊടുവിക്കരുത്, അവന് ദൈവത്തിന് നാസിറായി വളർത്തണം. അവൻ അങ്ങനെ തന്നെ വളർത്തിക്കൊണ്ട് വന്നു. പ്രിയപ്പെട്ടവര്, ദൈവസന്നിധിയിലേക്ക് ചെന്ന് സാത്താനെ ഉപേക്ഷിക്കുന്നു, മെശിയാതമ്പുരാനെ സ്വീകരിക്കുന്നു എന്നുള്ള വാക്ക് കർത്താവിനോട് പറയുമ്പോഴാണ് അവൻ സഭയുടെ അംഗമായി തീരുന്നത്. അതുവരെ അവൻ ക്രിസ്ത്യാനി അല്ല. ക്രിസ്തീയ മാതാപിതാക്കന്മാരാൽ ജനിക്കപ്പെട്ടവനാണെങ്കിലും അവൻ ക്രിസ്ത്യാനിയാകുന്നത് അവൻ ദൈവത്തോട് വാക്ക് പറയുമ്പോഴാണ്. അന്നവൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ക്രിസ്തുവിനെ വരച്ച് കൊടുത്തതാണ്, എൻ്റെയും നിങ്ങൾക്കും തന്നതാണ്. ആ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് ഒരു തെറ്റും പറ്റുകയില്ല. അത് വളരെ കൃത്യമാണ്, സത്യമാണ്. അത് വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മുടെ കാണുന്നുണ്ട്, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നിന്റെ കഷ്ടത വന്നേക്കാം, ജീവിതത്തിൽ ഞെരുക്കം വന്നേക്കാം, തെറ്റിദ്ധാരണകൾ ഉണ്ടായേക്കാം, ഈ ഭൂമിയിൽ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നേക്കാം. ആരെല്ലാം നിന്നെ തള്ളിപ്പറഞ്ഞാലും നിന്നെ തള്ളിപ്പറയാത്ത ഒരുവനുണ്ട്. അവനത്രേ നിത്യനായ ദൈവം. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. ഇതൊരു വിശ്വാസിയുടെ പദവിയാണ്. ഈ തലമുറയിലും ഒരു വിശ്വാസിയുടെ പദവിയാണത്. അവൻ്റെ കണ്ണിന് മുമ്പിൽ അവൻ ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കും. അവൻ്റെ ഉപദേഷ്ടാവിനെ അവൻ കണ്ടുകൊണ്ടിരിക്കും. തുടർന്ന് വായിക്കുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇത് നടന്നുകൊള്ളുവീനെന്ന ഒരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. അവൻ കൂടെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ സമ്മതിക്കുകയില്ല. ഒരു ചുവട് വയ്ക്കാനോ സമ്മതിക്കുകയില്ല. അവൻ രക്ഷകനാണ്, അവൻ രക്ഷകർത്താവാണ്. അവൻ നിന്റെ കാവൽ ഏറ്റെടുത്തിരിക്കുകയാണ്. നിന്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കുകയില്ല. അവൻ നിന്നോട് കൂടി ഇരിക്കും. പഴയ പിതാക്കന്മാരോടെല്ലാം കർത്താവ് പറയുന്നുണ്ട്, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇസഹാക്കേ, ഞാൻ നിന്നോട് കൂടെയുണ്ട്.
യാക്കോബേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എല്ലാ പിതാക്കന്മാരോട് പറഞ്ഞു, മോശയോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. അവർക്കൊക്കെ ആ പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ദൈവം അവരോട് ചേർന്ന് നടന്നവരാണ്. ഈ തലമുറയിലും എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ട ഓരോ വിശ്വാസിയോടും കൂടെ കർത്താവായ യേശുക്രിസ്തുവുണ്ട്. അവൻ്റെ സാന്നിധ്യമുണ്ട്. അവൻ്റെ കണ്ണിന് മുമ്പിൽ അവനെ വരച്ച് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഗലാത്യ സഭയോട് അപ്പോസ്തലൻ പറയുകയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിക്കപ്പെട്ടവരായ ക്രിസ്തുവിനെ നിങ്ങളുടെ മണ്ണിൻ്റെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയരാര്? ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവര്, ദൈവത്തിന് വേണ്ടി വിളിച്ച് വേദനിച്ച് ദൈവം വളർത്തിക്കൊണ്ടുവന്നവനായ ശിംശോൻ, ആയുഷ്പര്യന്തം ദൈവത്തിന് നാസികറായിരിക്കുന്ന ശിംശോൻ, ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടപ്പോൾ അവളെ വേണം. അവനെ വളർത്തിയ അപ്പനോടും അമ്മയോടും അവൻ ആ കാര്യം പറഞ്ഞപ്പോൾ ആ അപ്പനും അമ്മ എന്താ പറയേണ്ടതല്ലായിരുന്നോ? മോനെ, നീ ദൈവത്തിന് ഡിവോട്ടഡാണ്, നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവനാണ്, ആയുഷ്പര്യന്തം നീ ദൈവത്തിന് നാസികറാണ്, നീ അങ്ങനെ പറയാൻ പാടില്ല. അവർ പറഞ്ഞില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞു, നിനക്കങ്ങനെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഈ ഫെലിസ്ത്യ കന്യകമാരെ നോക്കുന്നത്? ഇസ്രായേലില്ലേ പെണ്ണുങ്ങൾ, അവിടെ പോയി പെണ്ണ് കെട്ടാൻ മേലെ? അതാണോ പറയേണ്ടത്? പ്രിയപ്പെട്ടവർ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ നിങ്ങൾ മാതൃകയായി നിൽക്കാറുണ്ടോ? ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? അവർക്ക് നിങ്ങളെ ഭയമുണ്ടോ? അതോ ഇന്ന് പാപത്തിലേക്ക് അവൾ ഉളിയിട്ട് പോവുകയാണോ? ശാന്തമായി ചിന്തിക്കുക. എന്തുണ്ടായി പ്രിയപ്പെട്ടവർ? അവരെന്ത് വിലക്കിയില്ല. അവസാനം ആ ശിംശോൻ ദലീലയുടെ മടിയിൽ കിടന്നു. അവൾ അവനെ ഉറക്കി. വേദനകരമായ കാഴ്ച. എന്തൊക്കെ ക്ഷുദ്രം ചെയ്ത് മയക്കപ്പെട്ടിരിക്കുകയാണോ? അവൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് ക്രിസ്തു പോയത് കൊണ്ടല്ലേ അവനെന്ത് പാപത്തിലേക്ക് ഇറങ്ങുന്നത് എന്ന വല്ല ഭയവുമുണ്ടോ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസി അവൻ പാപം ചെയ്ത നരകത്തിലേക്ക് പോകുന്ന അറിയാത്തവരാരാ ഉള്ളത്? പാപത്തോട് അറപ്പോ വെറുപ്പോ എന്ന് മനുഷ്യനുണ്ടോ? നാം എല്ലാം തൂത്ത് പിടിച്ചുകൊണ്ട് പോവുക. ഇത് ക്രൈസ്തവ ജീവിതമല്ല, ഇത് ക്രിസ്തീയ ജീവിതമല്ല. ആദ്യകാല പിതാക്കന്മാർ എബ്രാഹിം വായിച്ചാൽ വളരെ കൃത്യമായിട്ട് കാണാം. ലോകന്ധങ്ങൾക്ക് യോഗ്യമല്ല എന്ന് കണ്ടുകൊണ്ട് അവർ കല്ലടാവുകളിലും ഗുഹകളിലും പാറയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു. ലോകമർക്ക് യോഗ്യമായിരുന്നില്ല. അതുകൊണ്ട് ദൈവത്തിന് അവർ യോഗ്യരായിരുന്നു. അവർ ദൈവത്തിന് യോഗ്യരായിരുന്നു. ദൈവമായുള്ള ബന്ധമുണ്ടായിരുന്നു. സ്തോത്രം. രക്തസാക്ഷികളായി. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഞാൻ വായിച്ചിട്ടുണ്ട്, ആഗമന സഭയുടെ ഒന്നാമത്തെ സുന്നഹദോസ് AD 325 312 പിതാക്കന്മാർ കൂടി നടത്തിയ സുന്നഹദോസാണ്. എല്ലാ സഭകളും അംഗീകരിക്കപ്പെട്ട ഒന്നാമത്തെ സുന്നഹദോസ്. അന്ന് അവിടെ വന്ന 318 സഭാപിതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം പേരും കൈകാലുകൾ ഛേദിക്കപ്പെട്ടവരായിരുന്നു. അവരെ തളികയിൽ എടുത്തുകൊണ്ടാണ് വന്നതെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, 325 കാര്യമില്ലേ. വിശ്വാസത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ അവർക്ക് തയ്യാറായിരുന്നു. അവർക്കതിന് മനസ്സായിരുന്നു. അവരെ 318 പിതാക്കന്മാർ കൂടി, അന്നത്തെ കുസ്തന്തീനോസ് രാജാവാണ് ആ സുന്നഹദോസ് അറേഞ്ച് ചെയ്തത്. അദ്ദേഹം ഒരുക്കിയതായ ഹോളിൽ 318 കസേരയിട്ടു. 318 പിതാക്കന്മാരെ മുതൽ ഇരുത്തി. 317 പേരിരിക്കുമ്പോൾ കസേര തീരും. രാജാവിന് ദേഷ്യം വന്നു. സംഘാടകരോട് പറഞ്ഞു, എന്തായി ചെയ്തേ? 318 കസേര ഇടാനല്ലേ പറഞ്ഞേ? അത് പറഞ്ഞ്, രാജാവേ, ഞങ്ങൾ 318 കസേര ഇട്ടു. എണ്ണി നോക്ക്. കസേര 318, പിതാക്കന്മാരെ എണ്ണി 318. ആ ഇടയ്ക്ക് ഇടയിടാതെ ഇരുത്ത്. 317 പേരിരിക്കുമ്പോൾ കസേര തീരും. ചരിത്ര സത്യമാണ്. 3 പ്രാവശ്യം ആ ഹോളിൽ നിന്ന് പിതാക്കന്മാർ പുറത്തെണ്ണി ഇറക്കി എണ്ണി അകത്തേക്ക് കയറ്റി കസേര എണ്ണി 318. 317 പേരിരിക്കുമ്പോൾ കസേര തീരും. സ്തോത്രം. അന്നത്തെ സഭാപിതാക്കന്മാർക്ക് കൈകാലുകളിലായിരുന്നു, പക്ഷേ ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നു. ക്രൂശിക്കപ്പെട്ടതായ ക്രിസ്തു അവരുടെ സ്വത്തായിരുന്നു. സഹോദരീ സഹോദരങ്ങളെ, അന്ന് സുന്നഹദോസ് കൂടിയത് 312 പിതാക്കന്മാരാണെങ്കിൽ ഞാൻ പറയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അധ്യക്ഷതയിലായിരുന്നു ആ യോഗം. ഇന്നോ ഇന്ന സഭകളിൽ പെരുന്നാളുകളിൽ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ടോ? അതോ കണ്ണിന് മുമ്പിൽ നിന്ന് മറഞ്ഞു പോയിരിക്കുകയാണോ?
ഞാൻ എൻ്റെ ആ ഇസ്രായേൽ ഗ്രഹത്തിന് എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കാൻ ഇനി എൻ്റെ മുഖമർക്ക് മറയ്ക്കുകയില്ല. ആത്മാവിനെ പകർന്നു കിട്ടിയാൽ കർത്താവിന് മുഖം മറയുകയില്ല. ദൈവക്കളെ നാം പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം. വഴിതെറ്റിപ്പോകുന്ന മക്കളെയും കുഞ്ഞുമക്കളെയും വിളിച്ച് അരികിൽ ഇരുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. മക്കളെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ ക്രിസ്തുവിന് മുഖം മറഞ്ഞു പോവുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യാവശ്യക്കാരായി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്? കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലേ? വാർത്താമാധ്യമങ്ങളിലൂടെ നാം ഓരോരുത്തരും കാണുന്നതല്ലേ, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. ദൈവത്തെ വേണമോ? ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ കണ്ണുമുമ്പിൽ വരച്ച് കിട്ടണമോ? നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതിനെന്താ വേണ്ടത്? ദാഹം വേണം, വിശ്വാസം വേണം. ദൈവത്തിൻ്റെ സ്തോത്രം. ദാഹമുണ്ടെങ്കിൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. വിശ്വാസമുണ്ടെങ്കിൽ ദൈവത്തിനെ ഏൽപ്പിച്ച ആത്മാക്കളെ നിനക്ക് നേടാം. ദൈവത്തിൻ്റെ വചനമാണ് പ്രിയപ്പെട്ടവർ. അവൻ്റെ ആത്മാവിനെ ആർക്കെല്ലാം വേണം? സെഖരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിത്യനായ ദൈവം പ്രവാചകങ്ങളോട് അരുളിച്ചത് 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. സെഖരിയാ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവനെക്കുറിച്ച് വ്യസനിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവര്, സ്വന്തം ജനമായ ഇസ്രായേൽ യേശുവിനെ ക്രൂശിച്ചു. അവനെ സാക്ഷാൽ മശിഹായായി കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അവിടെ മനസ്സിൽ ചില ധാരണകളെല്ലാം ഉണ്ടായിരുന്നു. ആ ധാരണപ്രകാരമല്ല യേശു വന്നേക്കുന്നത്. അവനെ എവിടുന്ന അവരെന്ന് അറിയാൻ പാടില്ല. നമുക്കറിയാൻ പാടില്ല ഇവനേതാന്ന്. ഇവനാ മറിയയുടെ മകനല്ലേ, യോസേപ്പിന്റെ മകനല്ലേ? ബുദ്ധിയിൽ അളന്നു, വിശ്വസിച്ചില്ല. എന്തുണ്ടായി? പീലാത്തോസ് വിസ്തരിച്ചിട്ട് പറഞ്ഞു, 3 പ്രാവശ്യം വിസ്തരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ജനം വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്ക്. മഹാപുരോഹിതന്മാർ പറയുന്നത് കേട്ടുകൊണ്ട് ജനം പറഞ്ഞു, അവരെ ക്രൂശിക്ക്. അവരെങ്കിലും കൂട്ടിന് കാണുമെന്നാണ് വിചാരിച്ച പാവപ്പെട്ട ജനം, എട്ടും പൊട്ടും തിരിയാത്ത ജനം, ഇടം കൈയും വലം കൈയും തിരിച്ചറിയാത്ത ജനം. അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പറയുന്നത് കേട്ട് വിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇരുന്നോട്ട്. കൊടുക്കേണ്ടി വില കൊടുക്കേണ്ടി വന്നു. സഹോദരീ സഹോദരങ്ങളെ, എന്താണ് നിത്യനായ ദൈവം പറഞ്ഞത്? ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. സ്തോത്രം. ദൈവത്തിൻ്റെ മനസ്സലിയുവാൻ തക്കവണ്ണം ജനത്തിൻ്റെ മേൽ ആത്മാവിനെ പകർന്നു കൊടുക്കാൻ ദൈവത്തിന് കഴിയും. ജനമലമുറയിട്ട് കരയുന്ന അവസ്ഥയിലേക്ക് വരും. ഏത് കല്ല് പോലെയുള്ള ഹൃദയവും തകരും. വചനമാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. അന്ന് തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അവർ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവെങ്കിലേക്ക് അവർ നോക്കും. ദൈവം അവസരം കൊടുക്കും. ഇസ്രായേലിന് അവസരം കൊടുക്കും. പ്രിയപ്പെട്ടവർ, അത് എതിർ ക്രിസ്തുവിന് മഹാപീഡന കാലത്തായിരിക്കും. അവർ പീഡ അനുഭവിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും ഇരുന്നോട്ടെ എന്ന് ഒരു വാഗൊണ്ട് പറഞ്ഞതാണ്. ശിക്ഷ കിട്ടാതെ വരികയില്ല. സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് ഞെരുക്കമുണ്ടോ? രോഗം വലയ്ക്കുന്നുണ്ടോ? മക്കൾ ഭാരമായി തീർന്നുണ്ടോ? കൈവിട്ട് പോകുന്നുണ്ടോ കാര്യങ്ങൾ? അതറിയാമോ? നിന്റെ ജീവിതത്തിലെ പാപം തന്നെ കണ്ടെത്തിരിക്കുകയാണ്. ഇപ്പോഴും പരിഹാരമുണ്ട്. അവൻ കൃപയുടെയും യാതനകളുടെയും ആത്മാവിനെ പകർന്നാൽ കുത്തിയവങ്കിലേക്ക് നിങ്ങൾക്ക് നോക്കാം. സ്തോത്രം. തീർന്നില്ല. കൃപയുടെയും യാതനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെക്കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വ്യസനിക്കും. അലമുറയിട്ട് കരയും. ആത്മാവിനെ പ്രാപിച്ച ഏതോ ഒരു വ്യക്തിയും കരയും. ആത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടോ? അത് പ്രാപിച്ച ക്രൂശ് ചുട്ടിയത് മാറില്ല. ക്രൂശ് ചുട്ടിൽ ഇരിക്കും. പാപങ്ങൾ ഓരോന്നായി നീ കാണും. നിന്റെ ജീവിതത്തിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്ത പാപങ്ങളെല്ലാം ഓർക്കും. അതാണ് പരിശുദ്ധാത്മാവ് ആദ്യം ചെയ്യുന്നത്. 4 വയസ്സ് മുതൽ 5 വയസ്സ് മുതൽ പാപബോധം, പാപം
ആണെന്ന് ബോധ്യം കിട്ടിയതിന് ശേഷം ചെയ്ത സകല പാപങ്ങളും പരിശുദ്ധാത്മാവ് ബോധ്യം തരും. അപ്പോഴാണ് പാപബോധം കിട്ടുന്നത്. ഞാനൊരു പാപിയാണല്ലോ എന്നുള്ള ബോധ്യം കിട്ടുന്നത്. പാപബോധം കിട്ടുന്നവൻ രക്ഷകനെ തേടും. ആ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ യേശുവിനെ ക്രൂശിൽ ചുവട്ടി ചെന്നിരിക്കും, ഉറപ്പ്. ചെന്നോ? നീ നിന്റെ കുടുംബാംഗങ്ങളെയും കൂട്ടിക്കൊണ്ട് ക്രൂശിൽ ചുവട്ടി ചെന്നോ? അവിടെ ചെന്നാൽ ഞാൻ പറയും, കർത്താവേ, ഈ അവസ്ഥയിൽ എനിക്ക് നാളെ പ്രഭാതം കാണണ്ട. ഈ കൈകളുമായി എനിക്ക് നാളെ പ്രഭാതം വേണ്ട. ഈ കണ്ണുകളുമായി എനിക്ക് നാളെ ഒരു പ്രഭാതം കാണണ്ട. എൻ്റെ സ്ഥിതി മാറ്റി തന്നേ മതിയാകൂ. ഏതോ ഒരു വ്യക്തിയും പ്രാർത്ഥിക്കും, സത്യമാണ്. തൻ്റെ അശുദ്ധി പറ്റിയ കൈകൾ കർത്താവിലേക്ക് കൊടുക്കും. കർത്താവെ വാഴ്ത്തി അനുഗ്രഹിച്ച് തരാമെങ്കിൽ തന്നാൽ മതിയല്ലേ, എനിക്ക് കൈ വേണ്ട. കണ്ണുകൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കും. ഇത് ശുദ്ധീകരിച്ച് തരാമെങ്കിൽ തന്നാൽ മതിയില്ലേ, ഞാൻ കണ്ണില്ലാത്തവനായി ജീവിച്ചോളാം. തിന്മയിലേക്ക് നടന്നുപോയ കാലുകൾ കർത്താവിന് കൊടുക്കും. പാവമോചനം തന്നിട്ട് എനിക്ക് തിരികെ തന്നാൽ മതി, അല്ലെങ്കിൽ ഞാൻ കാലില്ലാത്തവനായി ജീവിച്ചോളാം. ഏതോ ഒരു വ്യക്തിയും ദൈവത്തോട് വാദിക്കുന്ന സമയമുണ്ട്. ക്രൂശൻ്റെ ചുവട് എല്ലാം വാർത്തനുഗ്രഹിച്ച് കർത്താവ് കൊടുക്കും. സത്യമാണ് പ്രിയപ്പെട്ടവർ. പാവമോചനത്തിന് സൗഖ്യവും സമാധാനം നമുക്ക് അനുഭവിക്കാം. അത് നിങ്ങൾ പ്രാപിക്കുക. രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുക. അനേകരെ ഒരുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് വാദിച്ചുകൊണ്ടിരുന്ന ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കർത്താവേ, തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ശത്രുവിൻ്റെ സകല അവകാശത്തെയും ഞങ്ങളത് മാറ്റണമേ. യേശുവിൻ്റെ ക്രൂശിച്ചു കഴിഞ്ഞ തിരുരക്തത്താൽ ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകിത്തരണമേ. കഴുകപ്പെട്ട ഹൃദയത്തിലേക്ക് എൻ്റെ ആത്മാവിനെ പകരണമേ. കർത്താവേ, രണ്ടാമത്തെ വരവിന് ഒരുങ്ങുവാൻ ഞങ്ങൾക്കെല്ലാം ഭാഗ്യം തരണമേ. മാനവും അവസ്ഥ അവിടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.